എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയിട്ട് പോയതാണ് 14th ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ട് പോയതാണ്. 14th ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മുടെ 14th ക്വസ്റ്റ്യൻ അത് പറഞ്ഞിരിക്കുന്നത് എ യൂണിഫോം കണ്ടക്ടിങ് വയർ ഓഫ് ലെങ്ത് 12A ആൻഡ് റെസിസ്റ്റൻസ് ആർ. ഇവിടെ റെസിസ്റ്റൻസ് നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത് റെസിസ്റ്റൻസുമായിട്ട് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ഈസ് വൗണ്ട് അപ്പ് ആസ് എ കറണ്ട് ക്യാരിയിങ് കോയിൽ ഇൻ ദ ഷേപ്പ് ഓഫ് an equilateral triangle of side A and a square of side A. രണ്ട് ഷേപ്പ് ഉണ്ടാക്കുന്നു. വാട്ട് ഇസ് ദ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് ദ കോയിൽ ഇൻ ഈച്ച് കേസ്? ഓരോ കേസിലെയും മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മളിവിടെ നമ്മൾ ക്വസ്റ്റിനകത്തേക്ക് നേരെ കിടക്കാം. ക്വസ്റ്റിനകത്ത് കിടന്നു കഴിഞ്ഞാൽ ഒരേ ലെങ്ത് ഉള്ള രണ്ട് വയേഴ്സ് എടുത്തിരിക്കുന്നു. 12A ആണ് ഇയാളുടെ ലെങ്ത്. അടുത്ത് ഈ എടുത്തിരിക്കുന്ന വയറിന്റെ ലെങ്തും 12A തന്നെയാണ്. ഒരേ ലെങ്ത് ഉള്ള രണ്ട് വയർ. ഒന്നിനെ ഇക്വലാറ്റർ ട്രയാങ്കിൾ ഓഫ് സൈഡ് എ ആക്കി. അപ്പോൾ ഇവിടെ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ഉണ്ടാക്കി. ഇതിന്റെ സൈഡ് എ ആണ്. ഇവിടെ ഒരു സ്ക്വയർ ഉണ്ടാക്കി. സ്ക്വയറിന്റെ സൈഡും എ ആണ്. ഇതിനകത്തുകൂടി കറണ്ട് കടത്തിവിട്ടാൽ ഇവന്റെ മാഗ്നറ്റിക് മൊമെന്റ് എത്ര? ഇവന്റെ മാഗ്നറ്റിക് മൊമെന്റ് എത്ര? മാഗ്നറ്റിക് മൊമെന്റിനുള്ള ഇക്വേഷൻ എന്താണ്? മാഗ്നറ്റിക് മൊമെന്റ് M is equal to NIA. അപ്പൊ ഇവിടെ ആദ്യമേ നമ്മൾ അറിയേണ്ടത് ഇതിനകത്ത് എത്ര ലൂപ്പുകൾ ഉണ്ടെന്ന് അറിയണം. ഇവിടെ ടോട്ടൽ 12A ആണ്. ஆனால் നമ്മൾ ഒരു വയറിനെ എടുത്ത് ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആകുമ്പോൾ ഇതിന്റെ ലെങ്ത് 3A മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയുമുണ്ട്. therefore here total number of turns N is equal to total length divided 12A divided by ഇതിന്റെ ലെങ്ത്, that is 3A, that is here it is equal to 4 number of turns. ഇവിടെയാണെങ്കിൽ ഇതിന്റെ ലെങ്ത് 4A ആണ്. therefore here number of turns N2 is equal to 12A divided by 4A, that is equal to 3 number of turns. ഇതാണ് നമ്മൾ ആദ്യമേ അറിയേണ്ടുന്ന കാര്യം. ഇതാണ്. ഇനി ഇതിന്റെ പിന്നെ ഇതെന്തായിരിക്കണം? മാഗ്നറ്റിക് മൊമെന്റ് M is equal to NIA1. ഇവന്റെ മാഗ്നറ്റിക് മൊമെന്റ് M2 is equal to N2IA2. ഇവിടെ സെയിം കറണ്ട് കടന്നു പോകുന്നു എന്ന് ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട്. സെയിം കറണ്ട് എന്ന് പറയുന്നില്ല, അങ്ങനെ അസ്യൂം ചെയ്യണം. കാരണം കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നില്ല. അതുകൊണ്ട് സെയിം കറണ്ട് ആണെന്ന് എടുക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെന്റ് എത്രയായിരിക്കണം? ദാറ്റ് ഈസ് ഈക്വൽ ടു N1, ദാറ്റ് ഈസ് 4 into I into വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ? ഒരു ട്രയാങ്കിളിന്റെ ഏരിയ BH ആണ്. BH എന്ന് പറയുമ്പോൾ ഇവിടെ B ആയിട്ടും ഇവിടെ H ആയിട്ട് എടുക്കണം. ഇവിടെ ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ A/2 ആണ്. എച്ചിന്റെ വാല്യൂ √3A/2 എന്ന് കിട്ടും. അത് നിങ്ങൾ വേറെ മാർഗത്തിൽ കണ്ടുപിടിച്ചോണം. therefore BH is equal to A/2 into √3A divided by 2. അത് ഈ ആംഗിൾ 60 ഡിഗ്രി എടുക്കുക. ഇത് B/2 എന്ന്, ഇത് A/2 എന്ന് എടുക്കുക. ബാക്കി H നിങ്ങൾ കണ്ടുപിടിക്കുക. tan 60 വെച്ചുകൊണ്ട് കണ്ടുപിടിക്കുമ്പോൾ ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഹിയർ I is equal to 4 കൂടെ ക്യാൻസൽ കഴിഞ്ഞാൽ √3IA². This is the magnetic moment of equilateral triangle. ഇനി ഇതിന്റെ എത്രയായിരിക്കും? ഇതിന്റെ എളുപ്പമാണ്. that is it is equal to N2, number of turns 3, current I, and area is equal to A². therefore ഇതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് 3IA². അപ്പോൾ ഒരാളുടെ മാഗ്നറ്റിക് മൊമെന്റ് √3IA², അടുത്തയാളുടെ മാഗ്നറ്റിക് മൊമെന്റ് 3IA. ചിലപ്പോൾ റേഷ്യോ ആയിരിക്കും ചോദിക്കുക. വാട്ട് ഇസ് ദ റേഷ്യോ ബിറ്റ്വീൻ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ദീസ് ടു? അപ്പോൾ √3/3, that is 1/√3. തിരിച്ചാണെങ്കിൽ 3/. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ ഇത് തന്നെയാണോ എന്ന് നമുക്ക് നോക്കാം. √3IA² and 3IA². ഓക്കെ, ആൻസർ ഈസ് ദാറ്റ് ഈസ് √3IA² and 3IA². ഇതിന്റെ ആൻസർ ഇതാണ്. ഓക്കെ, നമ്മൾ ഇത് ബി സെക്ഷൻ ബിയിൽ വരുന്ന ക്വസ്റ്റൻ ആണ്. അതുകൊണ്ടാണ് ഇത്രയും കാൽക്കുലേഷൻസ് കൂടുതൽ വേണ്ടി വന്നത്. നമ്മൾ അടുത്ത ക്വസ്റ്റൻ നമ്പർ 15ലേക്ക് കിടക്കുന്നു. 15. Two conducting circular loops of radii R1 and R2 are placed in the same plane with their centers coinciding. If R1 is very much greater than R2, the mutual inductance M between them will be directly proportional to. ഇങ്ങനെ ഒരു ലൂപ്പ്, അതിന്റെ റേഡിയസ് R1. അടുത്ത ലൂപ്പ്, ഇതിന്റെ റേഡിയസ് R2. R1 is very much greater than R2 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുകൂടി ഒരു കറണ്ട് കടന്നു പോകുന്നത് നമുക്ക് എളുപ്പമാർഗത്തിൽ നമുക്കൊരു ആൻസർ ഉണ്ട്. ഞാനത് പിന്നീട് പറയാം. അങ്ങനെ അത് അറിയാമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം. ഇതിനകത്ത് മ്യൂച്വൽ ഇൻഡക്ഷന്റെ കണ്ടീഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ M is equal to Φ2 divided by I1.
രണ്ടാമത്തെ കോയിലിനകത്തുകൂടി കടന്നു പോകുന്ന ഫ്ലക്സ് ഡിവൈഡ് ബൈ കറണ്ട് ത്രൂ ദ ഫസ്റ്റ് കോയിൽ. ഇതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇവിടെ ഇതിനകത്തുകൂടി കറണ്ട് കടന്നു പോകുമ്പോൾ I1 ആംപിയർ കറണ്ട് കടന്നു പോകുമ്പോൾ അവന്റെ സെൻട്രൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് B1 എത്ര? B1 ഈസ് ഈക്വൽ ടു μ0 I1 μ0 ശരിക്കും നമ്പർ ഓഫ് ടേൺസ് n കൂടി എടുക്കുകയാണ്. ഇവിടെ നമ്പർ ഓഫ് ടേൺസ് ഒന്നും പറയുന്നില്ല. μ0 n1 I1 ഡിവൈഡഡ് ബൈ 2R1. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇവൻ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് രണ്ടാമത്തെ കോയിലിനകത്തുകൂടി കയറി ഇറങ്ങിപ്പോ. അപ്പൊ രണ്ടാമത്തെ കോയിലിനകത്തുകൂടി കടന്നു പോകുന്ന ഫ്ലക്സ് എത്ര? Φ2 is equal to N2 B1 A2. That is it is equal to N2 into μ0 N1 I1 divided by 2R1 into area is equal to pi R2 square. That is it is equal to Φ2 is equal to ഞാൻ അറേഞ്ച് ചെയ്തിരുന്നു μ0 N1 N2 A2 എന്ന് എഴുതാം. തൽക്കാലം ഞാൻ A2 എന്ന് എഴുതുന്നു. A2നെ നമുക്ക് അവസാനം റീപ്ലേസ് ചെയ്യാം. A2 എന്ന് ഞാൻ എഴുതുന്നു തൽക്കാലം. A2നെ അവസാനം നമുക്ക് റീപ്ലേസ് ചെയ്യാം. That is μ0 N1 N2 A2 divided by 2R1 into I1. ഈ I1നെ നമ്മൾ ഇപ്പുറം കൊണ്ടുവരുമ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ M is equal to μ0 N1 N2 A2 divided by 2R1. ഈ ആൻസർ നമുക്ക് പഠിച്ചു വെക്കേണ്ടത് ആൻസറാണ്. രണ്ട് പ്ലെയിൻ കോയിലുകൾ തമ്മിലുണ്ടാകുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ വാല്യൂ ഇതാണ്. μ0 N1 N2 A2 ഡിവൈഡഡ് ബൈ 2R1. ഇത് അറിയാമെങ്കിൽ നമ്മൾ ഇത്രയും മെനക്കെടേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ ഇത്രയും സാധനം N1 N2 ഇല്ല. ഇവിടെ നമുക്ക് ഇത്രയും പേരും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഏരിയ ഇവിടെ A2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ μ0 N1 N2 പൈ R2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2R1. അതിനകത്ത് കോൺസ്റ്റന്റുകളെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ M ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R2 സ്ക്വയർ ഡിവൈഡഡ് ബൈ R1. ദിസ് ഈസ് ദ ആൻസർ. R2 സ്ക്വയർ ഡിവൈഡഡ് ബൈ R1. ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. R2 സ്ക്വയർ ഇത് R1 സ്ക്വയർ ഡിവൈഡഡ് ബൈ R2. ഇവിടെ ഈ ആൻസർ R2 സ്ക്വയർ ഡിവൈഡഡ് ബൈ R2 സ്ക്വയർ ഡിവൈഡഡ് ബൈ R1 ആണ്. ആൻസർ D ആണ്. അപ്പൊ ഇത് നമുക്ക് ബൈ മിസ്റ്റേക്ക് ഇത് തന്നെ എടുത്ത് ഇങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്ത് പോയി മാറിപ്പോകും. അപ്പൊ അതിന്റെ ആൻസർ R2 സ്ക്വയർ ഡിവൈഡഡ് ബൈ R1 ആണ്. അപ്പൊ ഇത് നമുക്ക് ആദ്യമേ മ്യൂച്വൽ ഇൻഡക്ഷൻ ബിറ്റ്വീൻ ടു പ്ലെയിൻ കോയിൽ ഈസ് ഈക്വൽ ടു μ0 N1 N2 A2 ഡിവൈഡഡ് ബൈ 2R1. ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് എളുപ്പമാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇതും സെക്ഷൻ ബിയിൽ വരുന്ന ക്വസ്റ്റൻ ആണ്. അപ്പൊ സെക്ഷൻ ബിയിൽ വരുന്ന ക്വസ്റ്റൻ നമുക്ക് ഇത് അറിയാമായിരുന്നുവെങ്കിൽ എളുപ്പമാണ്. ഇതുപോലെ തന്നെ മ്യൂച്വൽ ഇൻഡക്ഷൻ ബിറ്റ്വീൻ ടു സോളിനോയിഡുകൾ നിങ്ങൾ പഠിച്ചു വയ്ക്കണം. രണ്ട് സോളിനോയിഡുകൾ തമ്മിലുണ്ടാകുന്ന മ്യൂച്വൽ ഇൻഡക്ഷൻ എത്ര? μ0 N1 സെൽഫ് ഇൻഡക്ഷൻ മറ്റേത് μ0 N1 N2 A2. μ0 സെൽഫ് ഇൻഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ സെൽഫ് ഇൻഡക്ഷൻ L ഈസ് ഈക്വൽ ടു μ0 N1. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണെന്ന് രണ്ട് കോയിലുകൾ തമ്മിലാണെങ്കിൽ μ0 N1 N2 A2. ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടുന്നതാണ്. പഠിച്ചു വെച്ചാൽ നമുക്ക് ആൻസർ എളുപ്പമാണ്. ഇത്രയും നമുക്ക് സമയം കളയേണ്ട കാര്യമില്ല. ഇത് മാറ്റിക്കോണം. ഈ ആൻസർ തെറ്റാണ്. ഇവിടെ ഞാൻ എഴുതിയിട്ടിരിക്കുന്നത് തെറ്റാണ്. ഇത് മാറ്റിക്കോണം. ഇത് എടുത്തു വെച്ചപ്പോൾ തിരിച്ചു പോയി. സെയിം ആൻസർ തന്നെ ആയിപ്പോയി. അപ്പൊ എന്തായാലും ആൻസർ ഈസ് ഈക്വൽ ടു R2 സ്ക്വയർ ഡിവൈഡഡ് ബൈ R1. ദിസ് ഈസ് ദ മ്യൂച്വൽ ഇൻഡക്ഷൻ ബിറ്റ്വീൻ ദീസ് ടു കോയിൽസ്. അതാണ് 15th ക്വസ്റ്റ്യൻ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 16. അത് AC-യിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് വെറും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് എനിക്ക് തോന്നുന്നു സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻ ആയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻ ആണ്. എയിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. A step down transformer connected to an AC main supply of 220 volt is made to operate in 11 volt. 11 volt to 44 lamp. Ignoring power losses in the transformer, what is the current in the primary? അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തൊരു ട്രാൻസ്ഫോമർ വെച്ചിരിക്കുകയാണ്. ഈ ട്രാൻസ്ഫോമറിനകത്ത് പ്രൈമറി ഉണ്ടാവും, സെക്കൻഡറി ഉണ്ടാവും. അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കുക. ഇവിടെ ഇൻപുട്ടിൽ കൊടുക്കുന്നത് 220 വോൾട്ട് ആണ്. പറഞ്ഞിരിക്കുന്നത് ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ഒരു ബൾബിന്റെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നു. എത്രയാണ് പറഞ്ഞിരിക്കുക? 11 വോൾട്ട് 44 വാട്ട്സ് ആണ്. 44 വാട്ട്സ്. ഇവിടെ എഫിഷ്യൻസിയെ കുറിച്ച് ഒന്നുമേ പറയുന്നില്ല. അപ്പൊ എഫിഷ്യൻസിയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല എങ്കിൽ അതിന്റെ അർത്ഥം 100% എഫിഷ്യന്റ് ആണ്. 100% എഫിഷ്യൻസി മീൻസ് ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ. ഇൻപുട്ട് പവർ ഔട്ട്പുട്ട് എഫിഷ്യൻസി η1 ആണെങ്കിൽ, അതായത് ഔട്ട്പുട്ട് പവർ തന്നിട്ടുണ്ട് 44. therefore ഇൻപുട്ട് പവർ ഈസ് ആൾസോ ഈക്വൽ ടു 44. therefore ഇൻപുട്ട് കറന്റ് I ഈസ് ഈക്വൽ ടു പവർ ഡിവൈഡഡ് ബൈ വോൾട്ടേജ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 44 ഡിവൈഡഡ് ബൈ 220. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും?
1 by 50. Sorry, 2 by 10. That is equal to 0.2 ampere. Therefore, answer is equal to A, that is 0.2 ampere. This is a simple question. Output la power is input efficiency. Efficiency is 100% efficient. Therefore, input power and output power are equal. Therefore, current is equal to this. Adutha question number 17. Question number 17. In the question number 17, a capacitor of capacitance C is connected to an AC source of voltage V given by V is equal to V0. Space V is equal to. ഒരു കപ്പാസിറ്ററിനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു AC സോഴ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഒരു കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ടു an AC സോഴ്സ്. AC സോഴ്സിന്റെ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു V0 sin omega t. V0 sin omega t. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് എന്താ ചോദിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ വുഡ് ദെൻ ബി ഗിവൺ ബൈ. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി വോൾട്ടേജ് കൊടുക്കുമ്പോൾ സാധാരണ നമ്മൾ ഒരു AC സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റർ ഉള്ളിയുടെ ഡെറിവേഷൻ തന്നെയാണ് ഇവിടെ വരിക. ഈ വോൾട്ടേജ് ഇവന് കിട്ടുമ്പോൾ അവന് കിട്ടുന്ന ചാർജ് Q is equal to CV0 CV. That is it is equal to C into V0 sin omega t. ഇതിന്റെ ഡെറിവേഷൻ അറിയാവുന്നവർ എപ്പോഴും ആൻസർ എഴുതിയിട്ട് പോകും. ഈ ഡെറിവേഷൻ ഓർമ്മയുള്ളതാണ്. ഈ ചാർജ് വോൾട്ടേജ് ചേഞ്ച് ചെയ്യുമ്പോൾ ചാർജ് ചേഞ്ച് ചെയ്യും. ചാർജ് ചേഞ്ച് ചെയ്യുമ്പോൾ കപ്പാസിറ്ററിന് കറണ്ട് കിട്ടും. ദാറ്റ് കറണ്ട് I is equal to dq divided by dt. Rate of flow of charge is called current. That is it is equal to dq divided by dt. That is it is equal to d by dt of CV0 sin omega t. CV0 constant ആയതുകൊണ്ട് അവനെ പുറത്തെടുക്കുന്നു. That is equal to CV0 into d by dt of sin omega t is equal to cos omega t into omega. That is answer is equal to C omega V0 cos omega t. This is the answer I. That is here I is equal to displacement I is equal to V0 omega C cos omega t. ഇതിനെയാണ് നമ്മൾ എങ്ങനെ എഴുതുക? V0 അതുകൂടെ പറയുന്നു V0 cos omega t divided by 1 by C omega. ഈ 1 by C omega ക്ക് നമ്മൾ പറയുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും വോൾട്ടേജ് ബൈ സംതിങ് ആയിരിക്കണം. ആ സംതിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ 1 by C omega. അതിനെയാണ് നമ്മൾ XC എന്ന് എടുക്കുക. Therefore it is equal to V0 cos omega t XC. Cos omega t ക്ക് പകരം നമ്മൾ sin 90 minus theta എന്ന് എഴുതിയിട്ട് that is answer is equal to sin omega t minus pi by 2. Sorry, plus pi by 2 എന്ന് എഴുതും. എന്നിട്ടാണ് നമ്മൾ പറയുന്നത് കറണ്ട് വോൾട്ടേജിനേക്കാൾ 90 ഡിഗ്രി. ഓർക്കുക cos omega t sin 90 minus theta എന്ന് എഴുതുന്നത് sin 90 plus theta cos theta ആണ്. ഇവിടെ നമ്മൾ cos omega അതൊക്കെ നമ്മൾ AC പഠിക്കുന്ന സമയത്ത് ഇൻഡക്ടറിന്റെ കേസിൽ നമ്മൾ sin omega t minus pi by 2 ആണ് എടുക്കുക. അത് എന്തുകൊണ്ട് എന്നൊക്കെയുള്ള ആ ചാപ്റ്ററിനകത്ത് വിശദമായിട്ട് പഠിപ്പിക്കും. Therefore here it is equal to current I is equal to displacement is equal to V0 omega C cos omega t. ആ C omega താഴെ കൊണ്ടുപോകുമ്പോൾ ആ ആൻസർ കിട്ടും. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻ നമ്പർ 17 നമ്മൾ കഴിഞ്ഞു. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 18. ക്വസ്റ്റ്യൻ നമ്പർ 18. An inductor of inductance. ഇത് നമുക്ക് സെക്ഷൻ എയിൽ തന്നെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. An inductor of inductance cell, a capacitor of capacity C and a resistor of resistance R are connected in series to an AC source of potential difference V volt as shown in the figure. Potential difference across L, C and R are 40, 10, 40. അതെല്ലാം നമ്മുടെ ഫിഗറിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് വായിച്ച സമയം കളുടെ കാര്യമില്ല. The amplitude of current flowing through the LCR circuit is 10√2 ആണെങ്കിൽ the impedance of the circuit എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ഇംപിഡൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഫിഗർ അവിടെ കിടന്നോട്ടെ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ്, കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട് തന്നിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് ആണ്. ദാറ്റ് ഈസ് I0 is equal to 10√2. I0 നമുക്ക് തന്നിട്ടുണ്ട് 10√2 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇംപിഡൻസ് കണ്ടുപിടിക്കാൻ V0 കണ്ടുപിടിക്കുക. ആൻസർ ആയി കഴിഞ്ഞു. V0 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ V0 by I0 is equal to ഇംപിഡൻസ്. V0 കണ്ടുപിടിക്കാൻ നമുക്കിത് LCR സർക്യൂട്ടിനകത്ത് അപ്ലൈഡ് വോൾട്ടേജ് V is equal to root of V R square plus VL minus VC the whole square. This is the equation for the net voltage in the case of an LCR circuit. ഇതൊക്കെ അറിയണം. ഇതൊക്കെ അറിഞ്ഞാലേ പറ്റൂ. ഇത് നമ്മുടെ ബാക്കി ഡെറിവേഷൻസിനകത്തൊക്കെ ഉള്ളതാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി ആർ. ആറിന്റെ വോൾട്ടേജ് 40 സ്ക്വയർ പ്ലസ്
VL minus VC or VC minus VL, that is it is equal to 40 minus 10, that is it is equal to 30 square. 30 square 40 square വരികയാണെങ്കിൽ this is equal to 50 volt. ഈ കിട്ടുന്നത് VRMS ആണ്. അപ്പോൾ V0 എത്രയായിരിക്കും? That is V0 is equal to root 2 into VRMS. That is it is equal to 50 root 2. Therefore, impedance Z is equal to V0 divided by I0, or it is equal to 50 root 2 divided by 10 root 2. That is answer is equal to 5 ohm. This is the answer. ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ സൊല്യൂഷൻസ് ഒന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മൾ എൻട്രൻസിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും ഇത് ചെയ്യുക. കാരണം ഇവിടുത്തെ വോൾട്ടേജ് 40, ഇവിടുത്തെ റിസൾട്ടന്റ് വോൾട്ടേജ് 30, 40 30 ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോൾ റിസൾട്ടന്റ് 50 ആണെന്ന് അറിയാം. ഈ ടേം ആദ്യമേ തന്നെ 50 ആണ് VRMS. അപ്പോൾ 50 ഇൻറ്റു റൂട്ട് 2 എന്ന് പറയുന്നത് മാക്സിമം. ദെയർഫോർ അത് നമുക്ക് കുറെ കൂടെ നമ്മൾ ഇതെല്ലാം ഞാൻ വീണ്ടും പറയും. നമ്മുടെ നീറ്റിന്റെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ബൈ പ്രാക്ടീസ്, എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. അതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസും വീണ്ടും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 18 കഴിഞ്ഞു. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 19 ആണ്. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 19 പറഞ്ഞിരിക്കുന്നത് എ സീരീസ് LCR സർക്യൂട്ട് കണ്ടെയ്നിങ് 5 ഹെൻറി ഇൻഡക്ടർ, 80 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ആൻഡ് 40 ohm resistor are connected to a 230 volt variable frequency AC source. The angular frequency of the source at which power transferred to circuit is half the power of the resonant angular frequency are likely to be. ഇതിന്റെ ശരിക്കും ആൻസർ നന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ അതിന്റെ തിയറി പാർട്ട് നന്നായിട്ട് അറിയണം. ആ നല്ല രീതിയിൽ ഇതിന്റെ തിയറി പാർട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇത് കുറേ സമയം പിടിക്കും. എന്നാലും ഞാനൊന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞു തരാം. ഒന്ന് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ഞാനൊന്ന് പറഞ്ഞു വിടും. ഒരു LCR സർക്യൂട്ടിന്റെ കറണ്ടും ഫ്രീക്വൻസിയുമായിട്ട്, പവറും ഫ്രീക്വൻസിയുമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് മാക്സിമം പവർ P0. അതിന്റെ പകുതി പവർ കിട്ടുന്ന ഇതിന്റെ നേരെ സീറോയ്ക്കും മാക്സിമത്തിനും ഇടയിൽ കിട്ടുന്ന പകുതിയാണ് P0/2. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഫ്രീക്വൻസികൾ ഉണ്ടാവും. ആ 2 ഫ്രീക്വൻസികളെയും നമ്മൾ പറയുന്ന പേരാണ് ഹാഫ് പവർ ഫ്രീക്വൻസി. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് റെസണന്റ് ഫ്രീക്വൻസി. ഞാൻ ω/R എന്ന് എഴുതുന്നു. ഇതിന് ഞാൻ ω2 എന്നും ഇതിന് ഞാൻ ω1 എന്നും എഴുതുന്നു. ദിസ് ω2 ആൻഡ് ω1 ആർ കാൾഡ് ഹാഫ് പവർ ഫ്രീക്വൻസീസ്. ഇവിടെ ω2 മൈനസ് ω1 നമ്മൾ പറയുന്ന പേരാണ് 2 ഡെൽറ്റ ഒമേഗ. അതായത് ഇത്രയും ഡെൽറ്റ ഒമേഗയാണ്, ഇത് ഡെൽറ്റ ഒമേഗയാണ്. അതിന്റെ അർത്ഥം ω1 എന്ന് പറയുന്നത് ω/R ഡെൽറ്റ ഒമേഗ കുറവായിരിക്കും. ω2 എന്ന് പറയുന്നത് ω/R ഡെൽറ്റ ഒമേഗ കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യമേ അറിയേണ്ടത് ω. നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി പവർ കിട്ടുന്ന ഫ്രീക്വൻസികൾ 2 ഏതൊക്കെ? ഇവിടുത്തെ ക്വസ്റ്റ്യൻ ω2 എത്ര, ω1 എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആദ്യമേ അറിയേണ്ടത് ω/R is equal to 1/√LC. ω/R is equal to 1/√LC. ഇതിനകത്ത് നമ്മൾ നോക്കുക, എല്ലിന്റെ വാല്യൂ വന്നിട്ട് 5 ഹെൻറി ആണ്, സിയുടെ വാല്യൂ വന്നിട്ട് 80 മൈക്രോഫാരഡ് ആണ്. ദാറ്റ് ഈസ് 1/√5 into 80 into 10⁻⁻6. 10⁻⁻6 പുറത്തെടുക്കുമ്പോൾ 10⁻⁻3, അത് മുകളിൽ പോകുമ്പോൾ 1000 ഡിവൈഡഡ് ബൈ √400, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 20. ഇതും കൂടെ ക്യാൻസൽ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 50 ഹെർട്സ് എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ω/R എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. ഇനി അടുത്തത് പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, ഈ ഡെൽറ്റ ഒമേഗ 2 ഡെൽറ്റ ഒമേഗയിൽ ഡെൽറ്റ ഒമേഗയ്ക്ക് ഒരു വാല്യൂ ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു R/2L. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, R/2L. അതൊക്കെ നമ്മൾ തിയറി പാർട്ടിൽ പഠിക്കാം. ഇതിനകത്ത് നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് കയറുന്നില്ല. R/2L. ഇവിടെ ആറിന്റെ വാല്യൂ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? R is equal to 40 by 2 into L is equal to 5. Therefore it is equal to 4 radians per second ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ω1ന്റെ വാല്യൂ എത്രയായിരിക്കണം? ω/R ഡെൽറ്റ ഒമേഗ കുറവ്. ഇവിടെ ω/R എന്ന് പറയുന്നത് 50. Therefore
omega 1 is equal to omega r minus delta omega. That is, it is equal to 50 minus 4, that is equal to 46. And omega 2 is equal to omega r plus delta omega, that is, it is equal to 50 plus 4, that is, it is equal to 54. Therefore, answer is 46 and 54. ഇവിടെ ഏതൊക്കെയാണ് കൊടുത്തിരിക്കുക ആൻസർ നോക്കുക. 46 ഉം 54 ഉം വരുന്നത് ആൻസർ സി. ഇതിന്റെ ഈ വാല്യൂ ഒക്കെ എങ്ങനെ വന്നു എന്നുള്ള ഇതൊക്കെയാണ്. ഇത് ഡെൽറ്റ ഒമേഗ എങ്ങനെ വന്നു എന്നൊക്കെയുള്ളത് നമ്മുടെ എ സി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ പറയുന്ന സമയം നമ്മൾ അവിടെ പറയുന്നതായിരിക്കും, ഇവിടെ പറയുന്നില്ല, കൂടുതൽ സമയം കളയുന്നില്ല. ഓക്കെ നമ്മൾ അടുത്ത ക്വസ്റ്റനകത്തേക്ക് വരുന്നു. ക്വസ്റ്റൻ നമ്പർ 20, 20ാമത്തെ ക്വസ്റ്റനകത്തേക്ക് കിടക്കാം. For a plane electromagnetic wave propagating in x direction, which of the following combination gives the correct possible direction of the electric field E and magnetic field B respectively? അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വേറൊന്നുമില്ല, നമ്മുടെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഇ ക്രോസ് ബി എന്ന് പറയുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഡയറക്ഷൻ ഓഫ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഇവിടെ നമുക്ക് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഡയറക്ഷൻ എക്സിലേക്കാണ് ഐ എന്ന് കിട്ടണം. അപ്പൊ ഇവിടെ ഈ തന്നിരിക്കുന്ന ടേമും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവരെ തമ്മിൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഐ കിട്ടുമോ എന്നുള്ളത് നോക്കുക. ഐ കിട്ടിയാൽ അതാണ് കറക്റ്റ് ആൻസർ, ഐ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ജെ പ്ലസ് കെ ഫസ്റ്റ് ഞാൻ എടുക്കുന്നു. ജെ പ്ലസ് കെ ക്രോസ് ജെ പ്ലസ് കെ. ഇതിന്റെ ഡയറക്ഷൻ ജെ ക്രോസ് ജെ വേണ്ട, കെ ക്രോസ് ജെ. അപ്പൊ ജെ ക്രോസ് കെ എന്ന് പറയുന്നത് അത് നിങ്ങൾ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഓർത്തിരിക്കുക. എപ്പോഴും നമ്മുടെ യൂണിറ്റ് വെക്ടേഴ്സ് ക്രോസ് പ്രോഡക്റ്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഐ ജെ കെ 2 പ്രാവശ്യം എഴുതുക. ഐ ക്രോസ് ജെ ക്രോസ് കെ ഐ, കെ ക്രോസ് ഐ ജെ, ഐ ക്രോസ് ജെ കെ. റൈറ്റിലേക്ക് വരുന്ന ക്രോസ് പ്രോഡക്റ്റുകളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കണം. നേരെ തിരിച്ച് കെ ക്രോസ് ജെ വരികയാണെങ്കിൽ മൈനസ് ഐ, ജെ ക്രോസ് ഐ വരികയാണെങ്കിൽ മൈനസ് കെ, ഐ ക്രോസ് കെ വരികയാണെങ്കിൽ മൈനസ് ജെ എക്സെട്ര. അപ്പൊ റൈറ്റിലേക്ക് വരുന്ന എല്ലാം പോസിറ്റീവ് ആയിരിക്കണം. ഐ ക്രോസ് ജെ ഈസ് ഈക്വൽ ടു കെ, ജെ ക്രോസ് കെ ഈസ് ഈക്വൽ ടു ഐ ക്രോസ് ജെ. ഇങ്ങനെ എടുത്തോണം. തിരിച്ച് ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യമേ പറയാം ജെ ക്രോസ് കെ ആണ്. അപ്പോൾ ജെയും കൂടെ മൾട്ടിപ്ലൈ ക്രോസ് ചെയ്യുമ്പോൾ 0. ജെ ക്രോസ് കെ എന്ന് പറയുന്നത് ഐ ആണ്. രണ്ടാമത്തെ എന്താണ് വരുന്നത്, പിന്നെ കെ ക്രോസ് ജെ. വാട്ട് ഈസ് കെ ക്രോസ് ജെ? കെ ക്രോസ് ജെ ഈസ് ഈക്വൽ ടു മൈനസ് ഐ. therefore ആൻസർ ഈസ് ഈക്വൽ ടു 0. അവിടെ ക്രോസ് പ്രോഡക്റ്റ് 0 ആണ്. അതുകൊണ്ട് ഫസ്റ്റിലത്തെ ആൻസർ തെറ്റാണ്. ഇനി നമ്മൾ നേരെ സെക്കൻഡിനകത്തേക്ക് പോകുന്നു. സെക്കൻഡ് മൈനസ് ജെ, ശ്രദ്ധിച്ചോണം, മൈനസ് ജെ പ്ലസ് കെ ക്രോസ് മൈനസ് ജെ മൈനസ് കെ. നോക്കുക, ജെയും കൂടെ എടുക്കണ്ട, കെയും കൂടെയുള്ള ക്രോസ് പ്രോഡക്റ്റ് 0 ആണ്. അപ്പോൾ അടുത്ത് നോക്കേണ്ടത് ജെയും കെയും കൂടിയാണ്. മൈനസ് ജെ മൈനസ് കെ, ജെ ക്രോസ് കെ എന്താണ് ഐ, മൈനസും കൂടെ പ്ലസ് ആയി പോകും. therefore this is equal to ഐ ആണ്. ഓക്കെ, ആദ്യത്തത് ഐ കിട്ടി. ഇനി രണ്ടാമത് നോക്കട്ടെ, കെയും മൈനസ് ജെയും കൂടെ. കെ ക്രോസ് ജെ എന്താണ്, മൈനസ് ഐ. എന്നാൽ ഇവിടെ കെ ക്രോസ് മൈനസ് ജെ അല്ലേ, അപ്പോൾ കെ ക്രോസ് ജെ ഈസ് ഈക്വൽ ടു മൈനസ് ഐ. therefore കെ ക്രോസ് മൈനസ് ജെ ഈസ് ഈക്വൽ ടു പ്ലസ് ഐ. therefore this is in the direction of 2i, that is, it is in the direction of i. therefore this is the correct answer. ഇനി ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക്, ഇവിടെ ഞാൻ ഈ പറഞ്ഞ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഇതാണ്. ഒരു പോയിന്റ് വരുന്നു, ഐ ക്രോസ് ജെ ഈസ് ഈക്വൽ ടു കെ, ഐ ക്രോസ് മൈനസ് ജെ ഈസ് ഈക്വൽ ടു മൈനസ് കെ, മൈനസ് ഐ ക്രോസ് ജെ ഈസ് അഗൈൻ മൈനസ് കെ, മൈനസ് ഐ ക്രോസ് മൈനസ് ജെ ഈസ് ഈക്വൽ ടു കെ. ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ്, ആ കൺസെപ്റ്റാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തത്. ഐ ക്രോസ് ജെ കെ ആണ്, ഐ ക്രോസ് മൈനസ് ജെ എന്ന് പറയുന്നത് മൈനസ് കെ ആണ്. മൈനസ് ഐയും ഒരു ജെയും വരികയാണെങ്കിൽ മൈനസ് കെ, രണ്ടും മൈനസ് ആണെങ്കിൽ പ്ലസ് വരും. ആ കൺസെപ്റ്റ് വെച്ച് നിങ്ങളിവിടെ ചെയ്ത് നോക്കുമ്പോൾ ആൻസർ ഈസ് ഈക്വൽ ടു സെക്കൻഡ് ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ദ വേവ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ഈസ് ഗിവൺ ബൈ ദിസ്. അടുത്ത ക്വസ്റ്റനകത്തേക്ക് നമുക്ക് എടുക്കാം. ക്വസ്റ്റൻ നമ്പർ 21. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് angle of emergence from the prism. Refractive index of the prism is equal to √3. ഇത് നമ്മൾ ആദ്യമേ അറിയേണ്ടത്, ഞാൻ ഈ ഫിഗർ ഒന്ന് വലുതാക്കുന്നു.
നമുക്ക് ആ ഫിഗർ വലുതാക്കിയിട്ട് ആ ഫിഗറിനകത്ത് തന്നെ ഞാൻ അങ്ങ് പറഞ്ഞു തരാം. അതോടുകൂടി നമുക്ക് വിഷയങ്ങൾ തീരും. ഓക്കെ, ഇതിലേ വരുന്ന ലൈറ്റ് റേ, നോർമലിൽ കൂടി വരുന്ന ലൈറ്റ് റേ ഡീവിയേറ്റ് ചെയ്യാൻ നേരെ ഇവിടെ എത്തും. ഡീവിയേറ്റ് ചെയ്യില്ല, അവൻ നേരെ ഇങ്ങനെ ഇതിലേ പാസ് ചെയ്ത് നേരെ ഇവിടെ വരും. ഈ വരുന്ന പോയിന്റിലെ നോർമൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I. നമുക്കറിയാം ഇത് 60 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇത് 30 ഡിഗ്രിയാണ്. അത് 30 ഡിഗ്രിയും ഇത് 90 ഡിഗ്രിയും ആണെങ്കിൽ ഇത് 60 ഡിഗ്രിയാണ്. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഐയുടെ വാല്യൂ 30 ഡിഗ്രിയാണ്. ഇപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഇവിടെ നിന്ന് ലൈറ്റ് റേ ഏതായി ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു എന്ന് കരുതുക, ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ എടുക്കേണ്ടത്? സൈൻ I ബൈ സൈൻ R ഈസ് ഈക്വൽ ടു സൈൻ എപ്പോഴും ഓർക്കേണ്ടത് സൈൻ ഓഫ് ആംഗിൾ ഇൻ എയർ. ഇവിടെ എയറിലെ ആംഗിൾ R ആണ്. സൈൻ ഓഫ് ആംഗിൾ ഇൻ എയർ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ ഇൻ മീഡിയം ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. വേണ്ട, ഇനി നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ സൈൻ I ബൈ സൈൻ R തന്നെ എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതുക. സൈൻ I ബൈ സൈൻ R എഴുതുന്നത് സൈൻ I ബൈ സൈൻ R ഈസ് ഈക്വൽ ടു μ2 ഡിവൈഡഡ് ബൈ μ1. തിരിച്ചാണ് പറയേണ്ടുന്നത്. ഓർക്കുക, ഒരു ലൈറ്റ് റേ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇത് ഐയും ഇത് ആറുമാണെന്ന് കരുതുക. ഇത് μ2ഉം ഇത് μ1ഉം ആണെങ്കിൽ മറന്നു പോകരുത്. സൈൻ I ബൈ സൈൻ R ഈസ് ഈക്വൽ ടു μ2 ബൈ μ1. ഇവിടെ ഞാൻ എഴുതുന്നു സൈൻ 30 ഡിവൈഡഡ് ബൈ സൈൻ R is equal to sin 30 by sin R is equal to μ2 divided by μ1. That is equal to 1 by mu. Mu എന്ന് പറയുന്ന refractive index is equal to √3. Therefore, sin R is equal to sin 30 into √3. That is equal to √3 divided by 2. That is sin R is equal to √3 by 2 or R is equal to 60 degree. That is the answer. Therefore, here the angle of emergence is equal to 60 degree. That is answer is A. Clear ആയല്ലോ? Clear ആയി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 22. Question number 22. A convex lens A of focal length 20 cm and a concave lens B of focal length 5 cm are kept along the same axis with a distance d between them. If a parallel beam of light falling on A leaves B as a parallel beam, then the distance d in centimeter will be. ശരിക്കും ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. ജനറൽ ഫോർമുലയായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടുന്ന ഇക്വേഷൻ ആണ്. ഇതൊക്കെ നമ്മൾ സാധാരണ ഞാൻ നമ്മുടെ ഈ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ നമ്മുടെ നോട്ട്സിനകത്ത് ഡിറൈവ് ചെയ്തൊക്കെ കൊടുക്കുന്ന സാധനമാണ്. അത് സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിച്ചു വെക്കുന്നവർക്ക് അപ്പോൾ തന്നെ ആൻസർ എഴുതാം. നോർമൽ ഇത് ചെയ്യാൻ പാടാണ്. സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു കോൺവെക്സ് ലെൻസ് ആണ്. ഞാൻ അതിന്റെ തിയറി പാർട്ട് മാത്രം ഒന്ന് പറയുന്നു. ഇതിന് പാരലായിട്ട് ഒരു ബീം ലൈറ്റ് വരികയാണ്. ഇവന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ഇവരുടെ ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ ആണ് കോൺവെക്സ്. അതിന്റെ അർത്ഥം പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസ് ഇവന്റെ ഫോക്കസിൽ വന്ന് കൺവേർജ് ചെയ്യണം. അതായത് 20 സെന്റിമീറ്ററിൽ ചെന്ന് കൺവേർജ് ചെയ്യണം. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആയിരിക്കണം. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ എടുത്ത് ഒരു കോൺകേവ് ലെൻസിനെ എടുത്ത് ഇതിന്റെ ഫ്രണ്ടിലേക്ക് വെക്കുന്നു. ഈ കോൺകേവ് ലെൻസിനെ എടുത്ത് ഫ്രണ്ടിലേക്ക് വെക്കുമ്പോൾ ഈ ലൈറ്റ് റേ എന്ന് പറയുന്നത് ഡിസപ്പിയർ ചെയ്യും. ഈ ഇമേജ് അങ്ങ് ഡിസപ്പിയർ ചെയ്യും. ഡിസപ്പിയർ ചെയ്തിട്ട് ഈ ലൈറ്റ് റേ ഇങ്ങനെ പോകണം എന്നാണ് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുക. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകണം. ഇങ്ങനെ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ആയിരിക്കണം. അതിന്റെ തിയറി പാർട്ടുണ്ട്, ഡെറിവേഷൻ ഞാനതിപ്പോൾ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ പാരലായിട്ട് പോകണമെങ്കിൽ ഇത് കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ആയിരിക്കണം. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ ആയിരിക്കണം. കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് 5 ആണ്. ഇത് 20 സെന്റിമീറ്റർ, ഇത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി എന്ന് പറഞ്ഞ എത്രയായിരിക്കണം? 20 മൈനസ് 5. ഇതൊരു സ്റ്റാൻഡേർഡ് ഫോം ആണ്. ഒരു കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും കൂടെ ഒരു ഡി സെപ്പറേഷൻ ഇരിക്കുന്നു. പാരലായിട്ട് വരുന്ന ലൈറ്റിനെ പാരലായിട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു lenses is equal to
f1 minus f2, that is distance d is equal to f1 minus f2, that is equal to 20 minus 50. Sorry, 20 minus 5, that is it is equal to 15 centimeter. ഇത് ഏത് ലെൻസിന്റെയും കേസിൽ ഇതാണ് കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ആൻസർ. എന്നാൽ അതിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു ഡൈവേർഷൻ ഞാനൊന്ന് പറയുന്നു. ഇതിന് പകരം രണ്ടും കോൺവെക്സ് ലെൻസ് ആയിരുന്നു എന്ന് കരുതുക. ഇതിന് പകരം രണ്ടും കോൺവെക്സ് ലെൻസ് ആയിരുന്നു എങ്കിൽ, രണ്ടും കോൺവെക്സ് ആണെങ്കിൽ എന്ത് സംഭവിച്ചാണ്? അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകണമെങ്കിൽ സംഭവിക്കേണ്ടുന്നത് ഇങ്ങനെയാണ്. ഇതിലെ ലൈറ്റ് റേസ് വരുന്നു, ഇത് ഇയാളുടെ ഫോക്കസിൽ വന്ന് കൺവേർജ് ചെയ്യുന്നു. രണ്ടാമത്തെ ലെൻസിന് ഇവിടെ എടുത്ത് വെക്കുക, അത് ഇവന്റെ ഫോക്കസിന്, ഇത് ഫസ്റ്റ് ലെൻസിന്റെ ഫോക്കസും ഇത് രണ്ടാമത്തിന്റെ ആണെങ്കിൽ ഇവന്റെ ഫോക്കസ് ഇതാണെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേസ് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് ഇറങ്ങിപ്പോകും. അപ്പൊ രണ്ടുപേരും കോൺവെക്സ് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ലെൻസസ് ഈസ് ഈക്വൽ ടു f1 പ്ലസ് f2, f1 പ്ലസ് f2. ഒന്ന് കോൺവെക്സും ഒന്ന് കോൺകേവും ആണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് ഈക്വൽ f1 മൈനസ് f2. ഇത് വെർച്വൽ, മറ്റേ കേസിൽ വെർച്വൽ ഓബ്ജക്റ്റ് വരണം. അത് നമ്മൾ ഒത്തിരി എക്സ്പ്ലനേഷനകത്തേക്ക് ഞാൻ പോകുന്നില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്ത് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറെ സമയം പിടിക്കും ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഇത് രണ്ടും സ്റ്റാൻഡേർഡ് ഫോമായിട്ട് കണ്ടീഷൻ പഠിച്ചു വെച്ചിരിക്കുക. ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 23. ഇത് നമ്മുടെ സെക്ഷൻ ബിയിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. An object is placed at a distance of 60 cm from a convex lens of focal length 30 cm. If a plane mirror is put perpendicular to the principal axis of the lens and the distance is 40 cm. ഫിഗറിനകത്ത് കൊടുത്തിരിക്കുന്നു. ഫിഗറിനകത്ത് തരാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഓബ്ജക്റ്റിനെ വെച്ചിരിക്കുന്നു. ഇവിടെ ഉണ്ട് ഓബ്ജക്റ്റ് ഇരിക്കുന്നു. ഓബ്ജക്റ്റ് ഇരിക്കുന്നത് 60 സെന്റിമീറ്റർ അകലത്തിലാണ്. ആ വരുന്ന വഴിയിൽ നമ്മളൊരു പ്ലെയിൻ മിററിനെ 40 സെന്റിമീറ്ററിൽ വെച്ചിരിക്കുന്നു. ഫൈനൽ ഇമേജ് എവിടെ ഫോം ചെയ്യുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് ക്വസ്റ്റ്യൻ അതാണ്. അപ്പോൾ ഞാൻ പതുക്കെ നമുക്കിതിന്റെ ആൻസറിനകത്തേക്ക് പതുക്കെ കടക്കാം. അതിനകത്ത് നമ്മൾ നോക്കുക, ഒരു കോൺവെക്സ് ലെൻസ് അതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 30 ആണ്. ഓബ്ജക്റ്റ് ഇരിക്കുന്നത് 60-ലാണ്, അതായത് 2f-ലാണ്. 2f-ൽ എന്ന് പറയുന്നത് 60 ആണെങ്കിൽ ശ്രദ്ധിക്കുക, അവന്റെ ഇമേജ് ഫോം ചെയ്യുന്നതും 60-ൽ തന്നെയായിരിക്കും. കാരണം when an object is placed at 2f, then the final image is also formed at 2f. അതൊക്കെ നമ്മുടെ ഒരു ലെൻസിന്റെ സ്റ്റാൻഡേർഡ് കാണാം. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ ആണ്. ഇങ്ങനെയൊക്കെയുള്ള പോയിന്റുകളൊക്കെ പഠിച്ചു വെച്ചാലേ പറ്റുള്ളേ. ഇനി ഞാൻ ചെയ്തിരിക്കുന്ന ഇതിന്റെ ഫ്രണ്ടിൽ ഇവിടെ 40 സെന്റിമീറ്റർ അകലത്തിൽ, മീൻസ് 20 സെന്റിമീറ്റർ ഇപ്പുറത്ത് മാറ്റി എന്ത് ചെയ്തു വെച്ചിരിക്കുന്നു? ഒരു പ്ലെയിൻ മിററിനെ എടുത്ത് വെച്ചിരിക്കുന്നു. ഇത് 40 ആണ്, ഇത് 40 ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഇവിടെ വന്ന് വീഴുന്ന ലൈറ്റ് റേ തിരിച്ച് ഇവിടെ വന്ന് കൺവേർജ് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേ ഇങ്ങനെ വരുന്നു, ഇത് അങ്ങോട്ടേക്ക് പോകുന്നു, അതും തിരിച്ചു വരുന്നു. അങ്ങനെ ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്യും. അപ്പൊ ആ ഇമേജ് ഫോം ചെയ്തത് ഇത് 20 സെന്റിമീറ്റർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഡിസ്റ്റൻസും എത്ര തന്നെ ആയിരിക്കണം? 20 സെന്റിമീറ്റർ തന്നെ ആയിരിക്കണം. ബാക്കി ഡിസ്റ്റൻസ് 40 ആയിരിക്കും. സോറി, ബാക്കി ഡിസ്റ്റൻസ് 20 ആയിരിക്കും. കാരണം ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് 40 ആണ്. അപ്പൊ 40-ൽ 20 പോയി കഴിഞ്ഞാൽ ബാക്കി 20. തീർന്നില്ല. ഇപ്പോൾ നമ്മൾ എന്ത് പറയുമ്പോൾ റിയൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ് 20 സെന്റിമീറ്റർ ഓൺ ദ ലെഫ്റ്റ് സൈഡ്. അതല്ല, ഈ ഫോം ചെയ്ത ഇമേജ് വീണ്ടും ഈ കോൺവെക്സ് ലെൻസിന്റെ ഓബ്ജക്റ്റ് ആയിട്ട് മാറും. രണ്ടാമത്തെ ഓബ്ജക്റ്റ് ആവും. അപ്പോൾ അവിടെ കണ്ടീഷൻ എന്ത് വരും? നമ്മുടെ കോൺവെക്സ് ലെൻസ് ഇവിടെ ഇരിക്കുന്നു, 20 സെന്റിമീറ്റർ അകലത്തിൽ ഒരു ഓബ്ജക്റ്റ്, ഇവന്റെ ഫോക്കസ് എന്ന് പറയുന്നത് 30 ആണ്. അറിയാമല്ലോ, അവന്റെ ഫോക്കസ് 30 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോക്കസിനകത്തൊരു ഓബ്ജക്റ്റ് വരും. ഫോക്കസിനകത്ത് ഓബ്ജക്റ്റ് വന്നാൽ സെയിം ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ദ സെയിം സൈഡ്. When an object is placed within the focus of a convex lens, then the virtual erect magnified image is formed at the same side തന്നെ. അപ്പൊ ഇവിടെ ഇതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഈ ഡിസ്റ്റൻസിനെ നമുക്ക് ഓബ്ജക്റ്റ് ഇരിക്കുന്ന ഡിസ്റ്റൻസിനെ നെഗറ്റീവ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഹിയർ u is equal to -20. ഈ ഡിസ്റ്റൻസ് -20. ഫോക്കൽ ലെങ്ത് f is equal to 30. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും പോസിറ്റീവ് ആണ്. v യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ യൂസ് ദ ഇക്വേഷൻ 1/v - 1/u is equal to 1/f. That is 1/v
plus 1 by 20 is equal to 1 by 30. Therefore, 1 by v is equal to 1 by 30 minus 1 by 20. That is, it is equal to 60 LCM ആയിട്ട് എടുക്കുക. 60 upon 2 minus 3, that is equal to minus 1 by 60 is equal to 1 by v, or v is equal to minus 60. ഇങ്ങോട്ടാണല്ലോ നെഗറ്റീവ് എന്ന് എടുത്തത്. അപ്പോൾ minus 60 മീൻസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറി 60 സെന്റിമീറ്റർ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറി 60 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഈ പഴയ, അതായത് പ്ലെയിൻ മിറർ. ആദ്യമേ ഈ പ്ലെയിൻ മിറർ വെക്കുന്നതിന് മുമ്പ് എവിടെയാണോ ഇമേജ് ഫോം ചെയ്തത് അവിടെ തന്നെ ഫോം ചെയ്യണം. പക്ഷെ ആ ഇമേജ് എന്തായിരിക്കണം? വെർച്വൽ ഇമേജ് ആയിരിക്കും. അപ്പൊ ഇവിടെ ആൻസർ എന്ത് വരണം? The image formed by the convex lens, final image formed by the convex lens is virtual image, which is at a distance of 60 centimeter from the lens or 20 centimeter from the plane mirror on the right side. അങ്ങനെ ഒരു ആൻസർ അവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആ ആൻസർ നോക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? ആൻസർ 20 സെന്റിമീറ്റർ ഫ്രം ദ ലെൻസ്, ഇറ്റ് വുഡ് ബി എ റിയൽ ഇമേജ്. തെറ്റാണ്. ഇത് ആൻസർ ഇതല്ല, എ അല്ല ആൻസർ. സോറി, എ അല്ല ആൻസർ വരുന്നത്. അവിടെയും മിസ്റ്റേക്ക് ഉണ്ട്. ഡി ആണ്. 20 സെന്റിമീറ്റർ ഫ്രം ദ പ്ലെയിൻ മിറർ, ഇറ്റ് വുഡ് ബി എ വെർച്വൽ ഇമേജ്. അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഈ ആൻസർ തെറ്റാണ്. ഇതൊക്കെ എന്തെങ്കിലും ഇതൊക്കെ ഞാൻ തന്നെ എഴുതി ടൈപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നതായിരിക്കാം. നമ്മുടെ ആൻസർ ഇത് തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. ഇതായിരുന്നു ഫൈനൽ ഇമേജ് എങ്കിൽ എ എഴുതിയിരിക്കുന്നത് ശരിയാണ്. 20 സെന്റിമീറ്റർ. പക്ഷെ അല്ല, ഈ ഇമേജ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ലെൻസിന് വീണ്ടും ഒരു ഒബ്ജക്റ്റ് ആയിട്ട് മാറും. ആ ഒബ്ജക്റ്റിന്റെ ഫൈനൽ ഇമേജ് ഫോം ചെയ്യുന്നത് 60 സെന്റിമീറ്റർ ആണ്, അതായത് പഴയ പൊസിഷനിലാണ്. Therefore, the image formed is virtual image and at a distance of 20 centimeter from the plane mirror. Plane mirror നിന്നും 20 സെന്റിമീറ്റർ അകലത്തിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതുകൂടെ പറഞ്ഞ് നമുക്ക് ഇവിടെ നിർത്താം. ഇത് ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൂടെ നിർത്തിയിട്ട് നമുക്ക് ലാസ്റ്റ് ക്ലാസ്, ഇനിയിപ്പോ 24 ക്വസ്റ്റ്യൻ ആയി, 25 മുതൽ 32 വരെ 7 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് സെഷൻ ആയിട്ട് നമുക്ക് അതിനകത്ത് എടുക്കാം. ഓക്കെ, ഇതും കൂടെ നമുക്ക് നോക്കാം. ദ ലെൻസ് ഓഫ് ലാർജ് ഫോക്കൽ ലെങ്ത് ആൻഡ് ലാർജർ അപ്പർച്ചർ ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ആസ് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ് സിൻസ് the large aperture contribute to the quality and visibility of the image. B, a large area of the objective will ensure better light gathering power. C, a large aperture provides a better resolution. And D, all of the above. സംഭവം നമ്മളൊരു ടെലസ്കോപ്പ് നമ്മൾ എടുക്കുന്ന സമയത്ത് അവിടെ പറയുന്നൊരു കണ്ടീഷൻ ഉണ്ട്. ഇങ്ങനെ ഒരു ടെലസ്കോപ്പ് എടുത്തു കഴിഞ്ഞാൽ ടെലസ്കോപ്പിന്റെ ഓബ്ജക്റ്റീവിന്റെ സൈസ് വലുതായിരിക്കണം, ഐ പീസിന്റെ സൈസ് കുറവായിരിക്കണം. എന്തുകൊണ്ടാണ് ഇതിന്റെ ഓബ്ജക്റ്റീവിന്റെ സൈസ് നമ്മൾ വലുതാക്കി എടുക്കാൻ കാര്യമുണ്ട്? 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. 2 അല്ല, ഈ പറഞ്ഞിരിക്കുന്ന 3. നമ്മൾ വളരെ ദൂരെ ഇരിക്കുന്ന ഓബ്ജക്റ്റിനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുക. വളരെ ദൂരെ ഇരിക്കുന്ന ഓബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് വളരെ ഫെയ്ഡ് ആയിട്ടായിരിക്കും വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇമേജ് വളരെ ഫെയ്ഡ് ആയിട്ടുള്ളൊരു ഇമേജ് ആയിരിക്കും കിട്ടുക. നമുക്ക് മോർ ബ്രൈറ്റ് ഇമേജ് കിട്ടണം. ഇപ്പൊ നമ്മൾ തന്നെ പറയുന്നത്, ഇരുട്ടത്തോട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മളിങ്ങനെ കണ്ണ് തുറന്നു വെച്ച് നോക്കാൻ പറയും. കണ്ണ് തുറന്നു വെക്കുന്ന എന്തിനാണ്? കണ്ണ് തുറന്നു വെക്കുമ്പോഴേ ഇഷ്ടംപോലെ ലൈറ്റ് റേ കയറും. എന്നാൽ നല്ല സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മളൊരു ഓബ്ജക്റ്റിനെ നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ കണ്ണ് ചെറുക്കിയായിരിക്കും നോക്കുക. നമ്മുടെ മുഖത്തേക്ക് ലൈറ്റ് അടിക്കുമ്പോൾ നമ്മളിങ്ങനെ കണ്ണ് ചെറുക്കും. എന്തുകൊണ്ടാണ്? കുറച്ച് ലൈറ്റ് റേ മതി. അപ്പൊ ഫെയ്ഡ് ആയിട്ടുള്ള ഒരു ഓബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒത്തിരി ലൈറ്റ് റേ നമുക്ക് കയറണം. അപ്പോൾ ഇവിടെ സൈസ് വലുതാണെങ്കിൽ ഇതിനകത്ത് ഇഷ്ടംപോലെ ലൈറ്റ് റേസ് ഇങ്ങനെ വന്ന് വീഴും. ചെറിയതാണെങ്കിൽ കുറച്ച് ലൈറ്റ് റേ വീഴത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എ ലാർജ് അപ്പർച്ചർ കോൺട്രിബ്യൂട്ട് ടു ദ ക്വാളിറ്റി ആൻഡ് വിസിബിലിറ്റി ഓഫ് ദ ഇമേജ്. ശരിയാണ്. രണ്ടാമത്തത് എ ലാർജ് ഏരിയ ഓഫ് ദ ഒബ്ജക്റ്റ് എൻഷുർ ബെറ്റർ ലൈറ്റ് ഗ്യാതറിംഗ് പവർ. അത് രണ്ടും ഒന്ന് തന്നെയാണ്. മൂന്നാമത്തത് ലാർജ് അപ്പർച്ചർ പ്രൊവൈഡ് ബെറ്റർ റെസൊല്യൂഷൻ. എന്താണെന്ന് അറിയാമോ? റിസോൾവിംഗ് പവർ ഓഫ് എ മൈക്രോസ്കോപ്പ് ഈസ് ഈക്വൽ ടു D ഡിവൈഡഡ് ബൈ 1.22 ലാംഡയാണ്. അവിടെ D എന്ന് പറയുന്നത് ഈ അപ്പർച്ചറിന്റെ സൈസ് ആണ്. അപ്പർച്ചറിന്റെ സൈസ് ആണ്. അപ്പൊ D വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിന്റെ റിസോൾവിംഗ് പവറും വളരെ ഹൈ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന 1 അല്ല 3 ശരിയാണ്. Therefore ആൻസർ ഈസ് D. ക്ലിയർ? അങ്ങനെ നമ്മൾ 25th ക്വസ്റ്റ്യൻ വരെ എത്തി. സെക്കൻഡ് ഇയറിലെ ക്വസ്റ്റ്യൻസ് 25th വരെ എത്തി. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി, നമ്മളുടെ നെക്സ്റ്റ് സെഷനോടുകൂടി നമ്മളുടെ ഈ ഡിസ്കഷൻ 2021 ഡിസ്കഷൻ നമുക്ക് തീരുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എപ്പോഴും പറയുന്നില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.
പിന്നെ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാം, പറ്റുമെങ്കിലല്ല നിങ്ങൾ ചെയ്യണം. ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു റീച്ച് ദൂരേക്ക് പോകും. ഓക്കെ.